ഒരു സൂപ്പർ ഫ്ലഫി ചോക്ലേറ്റ് ക്ലൗഡ് കേക്ക് റെസിപ്പിയാണ് ഇന്ന് മലബാർ കിച്ചണിലെ സ്പെഷ്യൽ. ഒരു തവണയെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ട വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണെന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കേക്ക് ടിൻ ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ചെറിയ ട്രേ ആണ്, 5 ഇഞ്ചിൻ്റെ ട്രേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ക്വയർ ടൈപ്പാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ, ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗളിലോട്ടേക്ക് നല്ല ചൂടുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. 1.5 ടേബിൾ സ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് കൊക്കോ പൗഡർ വേണം. 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കോൺ സ്റ്റാർച്ചാണ്, നമ്മുടെ കോൺഫ്ലോർ. ഇതും 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ചൂടുള്ള എണ്ണയും കൊക്കോ പൗഡറും മൈദയും കോൺഫ്ലോറും ഒക്കെ കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയുടെ മഞ്ഞ മാത്രം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. 2 മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ആദ്യമേ തന്നെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് മുട്ടയുടെ വെള്ള, 2 മുട്ടയുടെ വെള്ള 5 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ഫ്രീസറിനകത്ത് വെക്കാൻ മറക്കരുത്. അതിനുശേഷം ഇതിലോട്ട് 2 നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലോട്ടേക്ക് പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ മുഴുവനായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചർ ആയി കഴിഞ്ഞാൽ ഇത് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലോട്ടേക്ക് ഫ്ലേവറിന് വേണ്ടി വാനില എക്സ്ട്രാക്റ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്തിരി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള വളരെ സോഫ്റ്റായിട്ട് പതുക്കെ ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ചുറ്റിച്ച് വളരെ പതുക്കെ വേണം ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ കുത്തി ഉടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേക്ക് ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ചായിട്ട് വളരെ പതുക്കെ വിസ്കോ അല്ലെങ്കിൽ സ്പാറ്റുലയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. വളരെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്നിലോട്ടേക്ക് മുഴുവനായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് പോകുന്നതിനായിട്ട് ജസ്റ്റ് സ്റ്റിക്ക് വെച്ച് എപ്പോഴും ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് ജസ്റ്റ് താഴെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുന്നത് വാട്ടർ ബാത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 145 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനാണ്. ഇതിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 45-50 മിനിറ്റ് എടുക്കും ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേക്കാണ്. സൂപ്പർ ടേസ്റ്റി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഞാനിതൊന്ന് കുറച്ചുകൂടി ഒന്ന് നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ഡേറ്റ്സ് ബോളാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് ക്ലൗഡ് കേക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഗ്രാം മെഷർമെൻറ്റും അതുപോലെ തന്നെ ടേബിൾ സ്പൂൺ മെഷർമെൻറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു വെറൈറ്റി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.